friends, welcome back to our channel Physics Tutorial. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ഫിസിക്സിലെ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ മാർച്ച് 2010 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 4 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യനിലേക്ക് പോകാം. In a hammer throw event, a solid sphere of mass 16 kg is tied to a light 50 cm long chain. A sportsman gives to it a constant moment of 30 Newton meter for 10 seconds and then throws the sphere. Consider the sphere as a point mass. A. Find the moment of inertia about the axis of rotation. That is 1 mark. And B. If L is the angular momentum and tau is the torque, show that tau is equal to dl by dt. ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു ഹാമർ ത്രോ ഇവൻറ്റിൻ്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ സ്ഫിയറിൻ്റെ മാസ് എത്രയാണ് തന്നിട്ടുണ്ട്? എത്രയാണ്? 16 കിലോഗ്രാം ആണ്. അപ്പോൾ മാസ് നമുക്ക് എഴുതാം, 16 കിലോഗ്രാം ആണ്. അതുപോലെ തന്നെ ഒരു 50 സെൻറ്റിമീറ്റർ ലോങ് ചെയിനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ദെൻ കോൺസ്റ്റൻറ്റ് മൊമെൻറ്റ് 30 ന്യൂട്ടൺ മീറ്റർ ആണ്. ടൈം 10 സെക്കൻഡ്സ് ആണ്. നമുക്കിവിടെ കാണാനുള്ളത് എന്താണ്? ഇത്രയും കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് എന്താണ്? മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എബൌട്ട് ദി ആക്സിസ് ഓഫ് റൊട്ടേഷൻ ആണ് കാണേണ്ടത്. അതായത് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എങ്ങനെയാണ് കാണുക എന്നുള്ളതാണ് ഇവിടെ നോക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യനിൽ ഇഫ് എൽ ഈസ് ദ ആംഗുലർ മൊമെൻറ്റം, അതായത് എൽ ആണ് ആംഗുലർ മൊമെൻറ്റം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ടോ ഇസ് ഈക്വൽ ടു ഡി എൽ ബൈ ഡി ടി എന്നുള്ളത് പ്രൂവ് ചെയ്യണം. ടോ എന്ന് പറഞ്ഞാൽ ടോർക്കാണ് അല്ലേ. അപ്പോൾ ടോർക്ക് എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെൻറ്റം ആണ് എന്നുള്ളതാണ് പ്രൂവ് ചെയ്യാനുള്ളത്. ഇതിൽ ഒരു ക്വസ്റ്റ്യനും കൂടിയാണ്. അപ്പോൾ ഇതൊരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ബി. അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യനും കൂടിയുണ്ട്. അതിൽ തേർഡ് പാർട്ട് എന്ന് പറയുന്നത് അഗെയിൻ ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഈസ് റൈറ്റ് ആൻ എക്സാമ്പിൾ ഫോർ ദ മോഷൻ ഇൻ വിച്ച് ദി ആംഗുലർ മൊമെൻറ്റം റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അതായത് ആംഗുലർ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള കേസിൻ്റെ ഉണ്ടാവുന്ന മോഷൻ ഒരു എക്സാമ്പിളാണ് ചോദിച്ചിട്ടുള്ളത്. 1 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ് അത്. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ടൊന്ന് ആൻസർ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളത്? ഫൈൻഡ് ദ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ദി ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്നുള്ളതാണ്. എങ്ങനെയാണ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എന്താണ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ? നമ്മൾ ലീനിയർ മോഷനകത്ത് മാസ് യൂസ് ചെയ്യാറുണ്ട് അല്ലേ. അതിന് ഇക്വലൻ്റ് ആയിട്ട് റൊട്ടേഷണൽ മോഷനിൽ വരുന്ന ടേമാണ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. അതായത് ദ ഇന്നബിലിറ്റി ഓഫ് എ ബോഡി ടു ചേഞ്ച് ഇറ്റ്സ് പൊസിഷൻ ഇൻ റൊട്ടേഷണൽ മോഷൻ. അതായത് ഒരു റൊട്ടേഷണൽ മോഷൻ്റെ കേസിൽ ഒരു ബോഡിക്ക് അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യാനുള്ള ഇന്നെബിലിറ്റി, അതിൻ്റെ കഴിവില്ലായ്മയാണ് എന്ത്? മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത്. അത് ഡിപ്പെൻഡ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സ് നമ്മൾ പഠിച്ചതാണ്. അതായത് ഒന്ന് മാസ്സാണ്, അടുത്തത് എന്താണ്? ഡിസ്റ്റൻസ് ഓഫ് മാസ് ഫ്രം ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. അതായത് ആർ എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ട്. അപ്പോൾ ഇക്വേഷൻ എങ്ങനെയായിരുന്നു? ഐ ഈസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ ആണ്, എം ഇൻറ്റു ആർ സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അതായത് ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്, ഐ ഈസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ ആണ്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ. മാസ് എത്രയാണ് തന്നിട്ടുള്ളത്? 16 കിലോഗ്രാം ആണ്. അതുപോലെ തന്നെ ആർ എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ് ഓഫ് മാസ് ഫ്രം ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ഇവിടെ എത്രയാണ്? 50 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ സെൻറ്റിമീറ്ററിനെ ഒന്ന് മാറ്റിയിട്ട് മീറ്ററിലേക്ക് എഴുതാം. അപ്പോൾ എത്രയാവും കിട്ടുന്നത്? 0.5 മീറ്റർ ആണ് കിട്ടുന്നത്. ഇനി ഐ ഈസ് ഈക്വൽ ടു എം ആർ സ്ക്വയറിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. എമ്മിൻ്റെയും ആറിൻ്റെയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളത് നോക്കി നോക്കൂ. അതായത് എൽ ആംഗുലർ മൊമെൻ്റ് ആണ്. അതുപോലെ തന്നെ ടോ എന്ന് പറയുന്നത് എന്താണ്? ടോർക്കാണ്. ദെൻ ടോ ഇസ് ഈക്വൽ ടു ഡി എൽ ബൈ ഡി ടി എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് പ്രൂഫ് എന്ന് നോക്കാം അല്ലേ. അതായത് ടോ ഇസ് ഈക്വൽ ടു ഡി എൽ ബൈ ഡി ടി എന്നുള്ളത് എങ്ങനെ പ്രൂവ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് അറിയാവുന്ന ഒരു കാര്യം എന്താണ്? എൽ എന്ന് പറയുന്നത് ഇവിടെ ആംഗുലർ മൊമെൻ്റ് ആണ്. അപ്പോൾ ആംഗുലർ മൊമെൻ്റ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? എൽ ഇസ് ഈക്വൽ ടു ആർ ക്രോസ് പി ആണ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലിൻ്റെ ഇക്വേഷൻ, ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ എന്നാണ്. എൽ ഇസ് ഈക്വൽ ടു ആർ ക്രോസ് പി. ഇനി ഇതിനെ 2 സൈഡും ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ്. അതായത് വെൻ ഡിഫറൻഷ്യേറ്റ് ഓൺ ബോത്ത് സൈഡ് വി വിൽ ഗെറ്റ് എങ്ങനെ കിട്ടുക? ഡി എൽ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് ആർ ക്രോസ് പി എന്ന് എഴുതാം അല്ലേ. ഇനി ഈ ഡി ബൈ ഡി ടി ഓഫ് ആർ ക്രോസ് പിനെ അത് എന്തിന് ഈക്വലാണ്? ഡി ബൈ ഡി ടി ഓഫ് യു ഇൻറ്റു വി എന്നുള്ളതിന് ഈക്വൽ അല്ലേ. അപ്പോൾ അതിനെങ്ങനെയാണ് നമ്മൾ ഡിഫറൻഷ്യൽ? ഡി ബൈ ഡി ടി ഓഫ് യു വി എന്ന് പറഞ്ഞാൽ എങ്ങനെ കാണാൻ പറ്റും? ഫസ്റ്റ് ടേം ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ടേം ഇൻറ്റു ഡിഫറൻഷ്യൽ ഓഫ് ഫസ്റ്റ് ആണ്. അതായത് ഇവിടെ ആർ ക്രോസ് പി ആണ് 2 ടേംസ് വരുന്നത് അല്ലേ. അപ്പോൾ ആർ ഇൻറ്റു എന്താ എഴുതാൻ പറ്റും? ഡി പി ബൈ ഡി ടി പ്ലസ് ഡി ആർ ബൈ ഡി ടി ക്രോസ് പി എന്ന് എഴുതാം അല്ലേ. അതായത് ഡി ബൈ ഡി ടി ഓഫ് ആർ ക്രോസ് പിനെ ആർ ക്രോസ് ഡി പി ബൈ ഡി ടി പ്ലസ് ഡി ആർ ബൈ ഡി ടി ക്രോസ് പി എന്ന് എഴുതാൻ പറ്റും. ഡി പി ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻ്റ് ആണ് അല്ലേ.
റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്തിന് ഈക്വൽ ആണ്? ഫോഴ്സിന് ഈക്വൽ അല്ലേ? ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോയിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. ദെൻ dr/dt എന്ന് പറഞ്ഞാൽ എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അത് വെലോസിറ്റിക്ക് ഈക്വൽ ആണ് അല്ലേ? അപ്പോൾ dp/dtക്ക് പകരം നമുക്ക് എഫ് എന്ന് എഴുതാം. അതുപോലെ തന്നെ dr/dtക്ക് പകരം എന്ത് എഴുതാം? വി എന്ന് എഴുതാം. അങ്ങനെയാകുമ്പോൾ ഇക്വേഷൻ എന്ത് മാറ്റം വരും? dl/dt is equal to r cross f പ്ലസ് വി ക്രോസ് പി എന്ന് എഴുതാമല്ലോ. ഓക്കെ, ഇനി അടുത്തൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത് p is equal to m into v ആണ് അല്ലേ? ലീനിയർ മൊമെൻറ്റം എന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? m into vക്ക് ഈക്വലാണ്. അപ്പോൾ അതായത് ഇക്വേഷൻ എന്തായിട്ട് മാറും? r cross f പ്ലസ് വി ക്രോസ് എം വി എന്ന് വരും. ഓക്കെ, ഇനി അതിൽ വി ക്രോസ് വി എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്? വി ക്രോസ് വി 0 അല്ലേ? അതായത് വി ക്രോസ് വി എന്ന് പറഞ്ഞാൽ വി ഇൻറ്റു വി സൈൻ 0 ആണ് വരിക അല്ലേ? സെയിം ആയതുകൊണ്ട് സൈൻ 0 ആണ്. സോ വി ക്രോസ് വി നമുക്ക് കിട്ടുന്നത് 0 ആണ്. ദെൻ ആ ടേം 0 ആയിട്ട് പോയി. അപ്പോൾ dl/dt എന്തിന് ഈക്വൽ ആയിരിക്കും? r cross fന് ഈക്വൽ അല്ലേ? ഓർ r cross f എന്ന് പറയുന്നത് ടോർക്കിന് ഈക്വൽ ആണ്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് dl/dt ഈസ് ഈക്വൽ ടു ടോ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെൻറ്റം ഈസ് ഈക്വൽ ടു ടോർക്കാണ്. അതായത് നമ്മൾ ലീനിയർ മോഷൻ്റെ കേസിൽ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ മൊമെൻറ്റം ഈസ് ഈക്വൽ ടു ഫോഴ്സ് എന്ന് പറയുന്നത് ഇക്വലൻ്റ് ആണ്. റൊട്ടേഷണൽ മോഷൻ്റെ കേസിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെൻറ്റം ഈസ് ഈക്വൽ ടു ടോർക്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ അല്ലേ? ഇതിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? റൈറ്റ് ആൻ എക്സാമ്പിൾ ഫോർ ദി മോഷൻ ഇൻ വിച്ച് ദി ആംഗുലർ മൊമെൻറ്റം റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അതായത് ആംഗുലർ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു മോഷനുള്ള എക്സാമ്പിളാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏത് കേസിലാണ് ആംഗുലർ മൊമെൻറ്റം കോൺസ്റ്റൻ്റ് ആയിരിക്കുന്നത്? മോഷൻ ഓഫ് എർത്ത് അറൗണ്ട് ദ സൺ. ഓക്കെ, അതായത് റൊട്ടേഷണൽ മോഷൻ്റെ കേസാണ് നമ്മൾ ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ കേസ് പറയുന്നത്. അപ്പോൾ എക്സാമ്പിൾ ഏത് എഴുതാം? ഒരു എക്സാമ്പിൾ എങ്ങനെ എഴുതാൻ പറ്റും? മോഷൻ ഓഫ് എർത്ത് അറൗണ്ട് ദി സൺ ഈസ് എൻ എക്സാമ്പിൾ ഫോർ the motion in which the angular momentum remains constant. അടുത്തത് സെയിം ക്വസ്റ്റ്യൻ്റെ തന്നെ ഓപ്ഷൻ ആയിട്ട് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ is Ramya stands at the center of turntable with her 2 arms outstretched. The table is set rotating with an angular speed of 40 revolutions per minute. അപ്പോൾ എന്താണ് തന്നിട്ടുള്ളത്? ഒരു റൊട്ടേറ്റിംഗ് ടേൺ ടേബിളിലാണുള്ളത്. ആൻഡ് ഹെർ ആംസ് ആർ ഔട്ട്സ്ട്രെച്ച്ഡ് ആണ്. എന്നിട്ട് ടേബിൾ റൊട്ടേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ആംഗുലർ സ്പീഡ് എത്രയാണ് തന്നിട്ടുണ്ട്? 40 revolutions per minute ആണ്. ഇനി ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിട്ടുള്ളത്? വാട്ട് വിൽ ഹാപ്പൻ ടു ദ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഇഫ് ഷീ ഫോൾഡ്സ് ഹെർ ഹാൻഡ്സ് ബാക്ക്? അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതായത് കൈകൾ ബാക്കിലോട്ട് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ ടു ഹെർ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ? മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയ്ക്ക് എന്ത് സംഭവിക്കും? അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് ദ ആംഗുലർ സ്പീഡ് ഈസ് ഇൻക്രീസ് ടു 100 revolutions per minute, വാട്ട് വിൽ ബി ദ ന്യൂ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ? അതായത് ആദ്യം എന്തായിരുന്നു? സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അതിൻ്റെ ആംഗുലർ സ്പീഡ് 40 revolutions per minute ആയിരുന്നു. അടുത്ത മൊമെൻറ്റിൽ എന്തായി മാറിയത്? 100 revolutions per minute ആയി മാറിക്കഴിഞ്ഞാൽ വാട്ട് വിൽ ബി ദ ന്യൂ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിന് 2 മാർക്കാണ് കിട്ടുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. റൈറ്റ് ദ എക്സ്പ്രഷൻ ഫോർ ദ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഓഫ് ദ സിസ്റ്റം ആൻഡ് എക്സ്പ്ലെയിൻ ദ ടേംസ് ഇൻവോൾവ്ഡ് ഇറ്റ്. അതായത് അതിനകത്ത് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി കാണാനുള്ള എക്സ്പ്രഷനും അതിൻ്റെ ടേംസും ആണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഓരോന്നായിട്ട് ആൻസർ ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളത്? വാട്ട് വിൽ ഹാപ്പൻ ടു ദ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഇഫ് ഷീ ഫോൾഡ്സ് ഹെർ ഹാൻഡ്സ് ബാക്ക്? അതായത് ബാക്കിലോട്ട് കൈകൾ ഫോൾഡ് ചെയ്ത് വെക്കുമ്പോൾ അവിടുത്തെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയ്ക്ക് എന്താ സംഭവിക്കുക? അതായത് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ I is equal to m into r square ആണ് അല്ലേ? എം മാസാണ്. മാസിന് ഇവിടെ വ്യത്യാസം വരുന്നില്ല. പക്ഷേ ആറിന് എന്ത് മാറ്റം വരുന്നുണ്ട്? ആർ എന്ന് പറയുന്നത് എന്താണ്? ഡിസ്റ്റൻസ്, അതായത് ഡിസ്റ്റൻസ് ഓഫ് മാസ് ഫ്രം ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ആണ് അല്ലേ? അപ്പോൾ ആക്സിസ് ഓഫ് റൊട്ടേഷനിൽ നിന്നുണ്ടാവുന്ന ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ചിട്ട് സാധാരണ എന്താ സംഭവിക്കുന്നത്? മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഇൻക്രീസ് ചെയ്യും. അതായത് I is equal to mr² ആണ്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഡിസ്റ്റൻസ് എന്താ ചെയ്യുന്നത്? കുറയല്ലേ ചെയ്യുന്നത്? കൈ ബാക്കിലോട്ട് ഫോൾഡ് ചെയ്തു എന്ന് പറയുമ്പോൾ ആ ആറിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ എന്തായിരിക്കും? I is equal to mr² എന്ത് ചെയ്യും? അതായത് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ദാറ്റ് വിൽ ബി ഡിക്രീസ്ഡ്. ഓക്കെ, സോ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഡിക്രീസസ്. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ക്ലിയർ ആയല്ലോ അല്ലേ? എന്തുകൊണ്ടാണ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഡിക്രീസ് ചെയ്യുന്നത് എന്നുള്ളത്? അതായത് ഏതെങ്കിലും ഒരു ഫാക്ടർ കുറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നുകിൽ m അല്ലെങ്കിൽ r, ഇതിലേതെങ്കിലും ഒരെണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടാവും? അവിടുത്തെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഡിക്രീസ് ചെയ്യും. അപ്പോൾ ഇവിടെ ആറിന് മാറ്റം സംഭവിക്കുന്നുണ്ട്. ആർ എന്ത് ചെയ്യുന്നുണ്ട്? ഡിക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് സംഭവിച്ചത്? മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഡിക്രീസ് ചെയ്തത്. ഓക്കെ, അടുത്ത കേസ്. അപ്പോൾ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഡിക്രീസസ് എന്നുള്ളത് മാത്രം എഴുതിയാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളത്? ഇഫ് ദ ആംഗുലർ സ്പീഡ് ഈസ് ഇൻക്രീസ് ടു 100 revolutions per minute. അതായത് അത് നേരത്തെ ഉണ്ടായിരുന്ന 40 revolutionsൽ നിന്ന് എന്ത് ചെയ്തു? ഇപ്പോൾ 100 ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ
ന്യൂ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എന്തായിരിക്കും ന്യൂ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്നുള്ളതാണ് കാണേണ്ടത്. അപ്പോൾ നമ്മൾ കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ കേസിൽ നമ്മൾ എന്താ പറഞ്ഞത്, അതായത് ഇഫ് ദർ ഈസ് നോട്ട് എക്സ്റ്റേണൽ ടോർക്ക് ആക്ടിങ് ഓൺ ദ സിസ്റ്റം ആംഗുലാർ മൊമെൻറ്റം വിൽ ബി കോൺസ്റ്റൻറ്റ്. അതായത് എൽ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു. ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്നത് എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ എൽ എന്ന് പറയുന്നത് ഐ ഒമേഗയ്ക്ക് ഈക്വൽ ആണ് അല്ലേ. അപ്പോൾ ഐ ഒമേഗ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഐ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഒമേഗ ഡിക്രീസ് ചെയ്യണം, അല്ലെങ്കിൽ വൈസ് വേഴ്സ ഒമേഗ ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഐ ഡിക്രീസ് ചെയ്യണം. അപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താണ്, ഏത് ടേമാണ് ഇൻക്രീസ് ചെയ്തത്, ഇവിടെ ഒമേഗ ആംഗുലാർ സ്പീഡ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അക്കോർഡിംഗ് ടു കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം എന്ത് ചെയ്യണം, ഐ എന്ന് പറയുന്ന ടേം എന്തായിരിക്കണം, ഡിക്രീസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, നമുക്ക് കാണേണ്ടത് എന്താണ്, ആംഗുലർ മൊമെൻറ്റം ഇൻക്രീസ് ചെയ്ത സമയത്ത് വാട്ട് വിൽ ബി ദ ന്യൂ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്നുള്ളതാണ് കാണേണ്ടത്. സോ ഹൗ വി ക്യാൻ റൈറ്റ്, അതായത് ഇഫ് ടോർക്ക് ആക്ടിങ് ഓൺ ദ ബോഡി ഈസ് സീറോ, അതായത് അക്കോർഡിംഗ് ടു കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം നമുക്ക് എങ്ങനെ എഴുതാം, ടോർക്ക് സീറോ ആണെന്നുണ്ടെങ്കിൽ ദി ടോട്ടൽ ആംഗുലാർ മൊമെൻറ്റം ഓഫ് ദ ബോഡി റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അതായത് ഐ ഒമേഗ എന്ന് പറയുന്നത് എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. അല്ലെങ്കിൽ അതിനെ എങ്ങനെ എഴുതാം, I1 omega 1 will be equal to I2 omega 2 ആയിരിക്കും. ഇവിടെ ഫസ്റ്റ് കേസിലുണ്ടാകുന്ന ആംഗുലർ മൊമെൻറ്റം എന്ന് പറയുന്നതാണ് I1 omega 1. അത് സെക്കൻഡ് കേസിൽ ചേഞ്ച് ആയപ്പോൾ എന്തായി, I2 omega 2 ആയിട്ട് മാറി. അതിൻ്റെ വാല്യൂസ് ഒന്ന് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫസ്റ്റ് കേസിലുള്ളതിന് I1 എന്ന് കൊടുക്കാം, മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ, ഇൻറ്റു എന്താണ് ഒമേഗ 1 എന്ന് പറയുന്നത് ആദ്യം എത്രയായിരുന്നു, 40 ആയിരുന്നു. സോ 40 വിൽ ബി ഈക്വൽ ടു I2 ഇൻറ്റു എന്തായിട്ട് മാറിയിട്ടുണ്ട്, 100 ആയിട്ട് മാറിയിട്ടുണ്ട്. ഒമേഗ 2 എന്ന് പറയുന്നത് 100 ആയിട്ട് മാറിയിട്ടുണ്ട്. ദെൻ നമുക്ക് കാണേണ്ടത് എന്താണ്, I2 ആണ് അല്ലേ, അതായത് പുതിയ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ അതെങ്ങനെ കാണാൻ പറ്റും, I1 ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ മതി അല്ലേ. സോ I1 ഇൻറ്റു 40/100 ആണ്, അതായത് 40/100 എന്ന് പറയുമ്പോൾ 0.4 ഇൻറ്റു I1 എന്ന് എഴുതാം. സോ I2 വിൽ ബി ഈക്വൽ ടു 0.4 ഇൻറ്റു I1ന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇതാണ് പുതിയ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ. അടുത്ത കേസിൽ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്, write the expression for the rotational kinetic energy of the system and explain the terms. അതായത് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി കാണാനുള്ള ഇക്വേഷൻ ആണ്. അപ്പോൾ സാധാരണ കൈനറ്റിക് എനർജി, അതായത് ലീനിയർ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എന്താ, എന്തിന് ഈക്വൽ ആണ്, ഹാഫ് എം വി സ്ക്വയർ ആണ് അല്ലേ. അപ്പോൾ ഇവിടെ ഹാഫിന് വ്യത്യാസം വരുന്നില്ല, കോൺസ്റ്റൻ്റ് ആണ്. ഹാഫ് എമ്മിന് പകരം എന്ത് എഴുതാം, മാസിന് പകരം ഇവിടെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്നുള്ള ടേമാണ് അല്ലേ. റൊട്ടേഷണൽ മോഷനിൽ കറസ്പോണ്ടിങ് ടേംസ് എല്ലാം ഒന്ന് പഠിച്ചിരിക്കുക. അപ്പോൾ നമുക്ക് എമ്മിന് പകരം എന്ത് എഴുതാം, ഇവിടെ ഐ എന്ന് എഴുതാം, മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്ന് എഴുതാം. അതുപോലെ തന്നെ വി എന്ന് പറയുന്നത് എന്താണ്, ലീനിയർ വെലോസിറ്റിയാണ്. അപ്പോൾ അതിന് പകരം ഇവിടെ ആംഗുലാർ വെലോസിറ്റിയാണ്. അപ്പോൾ ഹാഫ് ഐ ഇൻറ്റു ഒമേഗ സ്ക്വയർ എന്നുള്ളതാണ് എന്താ, റൊട്ടേഷണൽ കൈനറ്റിക് എനർജി. ഐ എന്ന് പറയുന്നത് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയാണ്, ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലാർ വെലോസിറ്റി ഓഫ് ദി റൊട്ടേറ്റിംഗ് ബോഡി. നമ്മൾ ലീനിയർ മോഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റൊട്ടേഷണൽ മോഷനിലുള്ള ടേംസ് ഒന്ന് പഠിച്ചിരിക്കുക. അപ്പോൾ അതാവുമ്പോൾ വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇക്വേഷൻസ് എഴുതാൻ പറ്റും. അതായത് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ടേംസ്, അതായത് ലീനിയർ മോഷനിലും റൊട്ടേഷണൽ മോഷനിലുള്ള ടേംസ് ഒന്ന് പറയാം. ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് ആണ്, അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള റൊട്ടേഷണൽ അനലോഗ് എന്ന് പറയുന്നത് എന്താണ്, ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് തീറ്റ, ദെൻ വെലോസിറ്റി വി, ദെൻ ആംഗുലർ വെലോസിറ്റി ഒമേഗ, ദെൻ ആക്സിലറേഷൻ എ, ആംഗുലർ ആക്സിലറേഷൻ എന്താണ്, ആൽഫ, ദെൻ മാസ് എം ആണ്, അതിൻ്റെ കറസ്പോണ്ടിങ് ടേം ഏതാണ്, മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഐ, ഫോഴ്സ് എഫ് ആണ്, ദെൻ ടോർക്ക് ഇസ് ഈക്വൽ ടു ഐ ആൽഫയാണ്, ദെൻ വർക്ക് ഡി ഡബ്ല്യു ആണ്, ദാറ്റ് ഈസ് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് ആണ്. ഹിയർ വർക്ക് ഡബ്ല്യു ഇസ് ഈക്വൽ ടു ടോ ഇൻറ്റു എന്ത് എഴുതാം, ഡി തീറ്റ എന്ന് എഴുതാം. കൈനറ്റിക് എനർജി ഹാഫ് എം വി സ്ക്വയർ ആണ്, ഇവിടെ എന്താണ് കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു ഹാഫ് ഐ ഒമേഗ സ്ക്വയർ ആണ്. ദെൻ പവറിനെ എങ്ങനെ എഴുതാം, പി ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു വി ആണ്, ദെൻ പവർ പി ഇസ് ഈക്വൽ ടു ടോ ഇൻറ്റു ഒമേഗ, ദെൻ ലീനിയർ മൊമെൻറ്റം പി ഇസ് ഈക്വൽ ടു എം വി ആണ്, ദെൻ ആംഗുലർ മൊമെൻറ്റം എൽ ഇസ് ഈക്വൽ ടു ഐ ഒമേഗയാണ്. അപ്പോൾ ഈ ടേംസ് ഒന്ന് ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ 2011 സേ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ട്രൂ ഓർ ഫാൾസ്. ഓക്കെ, ദ ലൊക്കേഷൻ ഓഫ് സെൻറ്റർ ഓഫ് മാസ് ഓഫ് എ സിസ്റ്റം ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ ഫ്രെയിം ഓഫ് റെഫറൻസ് യൂസ് ടു ലൊക്കേറ്റ് ഇറ്റ്. അതായത് എന്താണ് പറഞ്ഞിട്ടുള്ളത്, സെൻറ്റർ ഓഫ് മാസ് ഓഫ് എ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ ഫ്രെയിം ഓഫ് റെഫറൻസിന് ഇൻഡിപെൻഡൻ്റ് ആണ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഏത് ഫ്രെയിം ഓഫ് റെഫറൻസിലാണോ നമ്മളതിനെ എടുത്തിട്ടുള്ളത് എന്നുള്ളതിന് ഇൻഡിപെൻഡൻ്റ് ആണ്. ഇത് ട്രൂ ഓർ ഫാൾസ് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്, സെൻറ്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്, കുറേ പാർട്ടിക്കിൾസിൽ ഒരു സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ അതൊരു ഫിക്സഡ് പോയിൻ്റ് ആണ്. സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്ന ഒരു ഫിക്സഡ് പോയിൻ്റ് ആണ്, അറ്റ് വിച്ച് ദ എൻറ്റയർ മാസ് വിൽ ബി അസ്യൂംഡ് ടു ബി കോൺസെൻട്രേറ്റഡ്. അതായത് എല്ലാ മാസും കോൺസെൻട്രേറ്റ് ചെയ്തതായിട്ട് നമുക്ക് തോന്നുന്ന ഒരു പോയിൻ്റാണ്, അസ്യൂം ചെയ്യുന്ന ഒരു പോയിൻ്റാണ് എന്ത്,
സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് എന്തിന് ഇൻഡിപെൻഡൻ്റ് ആണ്? ദാറ്റ് ഈസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് ഫ്രെയിം ഓഫ് റെഫറൻസ്. സോ ദാറ്റ് ഈസ് ട്രൂ. Now we can move to the next question. The question is asked in the year March 2012. ഒരു 5 mark question ആണ്. Question ഇതാണ്: rotational inertia is the tendency of a rotating body to resist any change in its state of rotational motion. അതായത് എന്താണ് റൊട്ടേഷണൽ ഇനേർഷ്യ എന്നുള്ളതാണ് തന്നിട്ടുള്ളത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ എന്താണ് റൊട്ടേഷണൽ ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ ഒരു റൊട്ടേറ്റിംഗ് ബോഡിക്ക് അതിലെ റൊട്ടേഷണൽ മോഷനെ റെസിസ്റ്റ് ചെയ്യാനുണ്ടാവുന്ന ആ ഒരു ടെൻഡൻസിയാണ്. അതാണ് റൊട്ടേഷണൽ ഇനേർഷ്യ എന്ന് പറയുന്നത് അല്ലേ. ഇനി ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ഡു യു മീൻ ബൈ ദ റേഡിയസ് ഓഫ് ഗൈറേഷൻ ഓഫ് എ റോളിംഗ് ബോഡി? എന്താണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്തത്: ഷോ ദാറ്റ് ദ ഡിസ്ക് ഹാസ് ദ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഐ ഈസ് ഈക്വൽ ടു mr²/2 എബൌട്ട് ദി ആക്സിസ് പെർപെൻഡിക്കുലർ ടു ദ ഡിസ്ക് അറ്റ് ഇറ്റ്സ് സെൻറ്റർ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഔട്ട് ഓഫ് സിലബസിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കേണ്ട കാര്യമില്ല. ലാസ്റ്റ് വൺ ഇതാണ്: ദ ഫിഗർ ഷോസ് 2 ഡിഫറെൻറ്റ് സ്പിന്നിങ് പോസസ് ഓഫ് എ ബാലറ്റ് ഡാൻസർ. അതായത് 2 സ്പിന്നിങ് പോസസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഫിഗർ എ, ഫിഗർ ബി, ഇവ രണ്ടിലുള്ള ഡിഫറൻസസ് ഒന്ന് ശ്രദ്ധിക്കുക. ഒരെണ്ണത്തിൽ എങ്ങനെയാണ് കൈകൾ ഹൊറിസോണ്ടലി സ്ട്രെച്ച് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ കേസിൽ എന്താ ചെയ്തിട്ടുള്ളത്? ഹിസ് ആംസ് ആർ ക്ലോസർ ടു ഹിസ് ബോഡി അല്ലേ. ആംസ് എന്ത് ചെയ്തിട്ടുണ്ട്? ക്ലോസർ ആണ്, അദ്ദേഹത്തിൻ്റെ ബോഡിയോട് ക്ലോസർ ആക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ 2 കേസിൽ കാണേണ്ടത് എന്താണെന്നുണ്ടെങ്കിൽ ഇൻ വിച്ച് സ്പിന്നിങ് pose does the ballet dancer have less angular velocity? Justify your answer. അപ്പോൾ ഈ 2 സ്പിന്നിങ് പോസസിൽ ഏതിലാണ് ലെസ്സർ ആംഗുലാർ വെലോസിറ്റി ഉള്ളത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അത് ജസ്റ്റിഫൈ ചെയ്യും കൂടെ വേണം. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിട്ടുള്ളത്? വാട്ട് ഡു യു മീൻ ബൈ റേഡിയസ് ഓഫ് ഗൈറേഷൻ ഓഫ് ദ റോളിംഗ് ബോഡി? എന്താണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. റേഡിയസ് ഓഫ് ഗൈറേഷൻ നമ്മൾ കെ എന്ന് പറയുന്ന സിമ്പിൾ കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യാറുള്ളത്. റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? അതൊരു ഡിസ്റ്റൻസ് ആണ് അല്ലേ. ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ഓഫ് എ മാസ് പോയിൻറ്റ് ഫ്രം ദി ആക്സിസ് ഓഫ് റൊട്ടേഷൻ. അതായത് ആക്സിസ് ഓഫ് റൊട്ടേഷനിൽ നിന്നുണ്ടാവുന്ന ഡിസ്റ്റൻസ് ആണ്, ഒരു മാസ് പോയിൻറ്റിൻ്റെ ഡിസ്റ്റൻസ് ആണ്. ഹൂസ് മാസ് ഈസ് ഈക്വൽ ടു ദ ഹോൾ മാസ് ഓഫ് ദ ബോഡി. അതായത് അതിൻ്റെ മാസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹോൾ മാസ് ഓഫ് ദ ബോഡി ആയിരിക്കും. ആൻഡ് ഹൂസ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഈസ് ഈക്വൽ ടു ദ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ ഹോൾ ബോഡി എബൌട്ട് ദി ആക്സിസ്. അപ്പോൾ അതിൻ്റെ ആക്സിസ് ഓഫ് റൊട്ടേഷനിൽ നിന്നുണ്ടാവുന്ന ഒരു മാസ് പോയിൻറ്റിൻ്റെ റേഡിയസ്, ആക്ച്വലി ദ ഡിസ്റ്റൻസ് ഓഫ് ദ മാസ് പോയിൻ്റ് ആണ് എന്ത്? റേഡിയസ് ഓഫ് ഗൈറേഷൻ. അതിൻ്റെ മാസ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? അതിൻ്റെ ഹോൾ മാസ് ഓഫ് ദ ബോഡിക്ക് ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് അതിൻ്റെ ടോട്ടൽ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദ സിസ്റ്റത്തിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പറയാം. റേഡിയസ് ഓഫ് ഗൈറേഷൻ കെ ആണ്, വിച്ച് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഡിസ്റ്റൻസ് ഓഫ് എ മാസ് പോയിൻറ്റ് ഫ്രം ദി ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഹൂസ് മാസ് ഈസ് ഈക്വൽ ടു the whole mass of the body and whose moment of inertia is equal to the moment of inertia of the whole body about its axis. ഇനി ഇക്വേഷൻ എങ്ങനെ എഴുതാം? അതായത് ഐ ഈസ് ഈക്വൽ ടു എം കെ സ്ക്വയർ എന്നുള്ളതാണ് ഇക്വേഷൻ അല്ലേ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കെ എങ്ങനെ കാണാം? കെ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഐ ബൈ എം ആണ്. അപ്പോൾ ഇക്വേഷൻ ഓർത്തിരിക്കുക, കെ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഐ ബൈ എം എന്നുള്ളതാണ് ഇക്വേഷൻ. അപ്പോൾ ഇവിടെ 1 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇക്വേഷൻ എഴുതിയാലും മതി, പക്ഷേ ഡെഫിനിഷൻ കൂടി എഴുതുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റിന് ഔട്ട് ഓഫ് സിലബസ് ആണ്. തേർഡ് വൺ എന്താണ് ചോദിച്ചിട്ടുള്ളത്? അതായത് 2 സ്പിന്നിങ് പ്രോസസ് ഓഫ് ബാലറ്റ് ഡാൻസറാണ് തന്നിട്ടുള്ളത്. ഓക്കെ, ബാലറ്റ് ഡാൻസറിൻ്റെ 2 സ്പിന്നിങ് പ്രോസസ്സിൽ വിച്ച് വൺ ഈസ് ഹാവിങ് ലെസ്സർ ആംഗുലാർ വെലോസിറ്റി? ഏതിനാണ് ആംഗുലാർ വെലോസിറ്റി കുറവ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഫസ്റ്റ് കേസിൽ നമ്മൾ പറഞ്ഞു അതിൻ്റെ പ്രത്യേകത എന്താണ്? അവിടുത്തെ ആർ എന്ന് പറയുന്നത് എങ്ങനെയാണ്? കൂടുതലാണ് അല്ലേ. അതായത് ഡിസ്റ്റൻസ് ഫ്രം ദ ആക്സിസ് ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാകുന്ന മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്തായിരിക്കും? ലാർജർ ആണ് അല്ലേ. അപ്പോൾ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ ഐ ഈസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ ആണ്. അപ്പോൾ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കൂടുതൽ ഉള്ളത് ഏതിനാണ്? ഫസ്റ്റ് കേസിലാണ്. ഓക്കെ, ഫിഗർ എയിലാണ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കൂടുതലുള്ളത്. ഇനി നമ്മൾ ഇത്തരം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിൻസിപ്പിൾ ഏതാണ്? കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻ്റ് ആണ്. കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റും പറയുന്നത് ഐ ഒമേഗ ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻ്റ് ആണ്. അതായത് എക്സ്റ്റേണൽ ടോർക്ക് ആക്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ദ ആംഗുലാർ മൊമെൻറ്റം വിൽ ബി കൺസേർവ്ഡ് അല്ലേ. അപ്പോൾ ആംഗുലാർ മൊമെൻറ്റം കൺസേർവ്ഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? എൽ ഇസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. അതായത് ഐ ഒമേഗ എന്ന് പറയുന്നത് എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ഐ ഇൻറ്റു ഒമേഗ കോൺസ്റ്റൻ്റ് ആവണമെന്നുണ്ടെങ്കിൽ ഐ കൂടുന്നതിനനുസരിച്ചിട്ട് എന്തായിരിക്കും? ഒമേഗ, അതായത് ആംഗുലാർ വെലോസിറ്റി കുറവായിരിക്കണം. അപ്പോൾ ഈ കേസിൽ ആംഗുലാർ വെലോസിറ്റി കുറവുണ്ടാകുന്ന ഏതിനായിരിക്കും? മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ കൂടുതലുള്ളതിനാണ്. അപ്പോൾ ഫസ്റ്റ് കേസിലാണ് മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ
കൂടുതലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിച്ച് വൺ വിൽ ബി ഹാവിങ് ലെസ്സർ ആംഗുലാർ വെലോസിറ്റി. അപ്പോൾ ഏതിനായിരിക്കും ആംഗുലാർ വെലോസിറ്റി കുറവുണ്ടാവുന്നത്? യെസ്, ദാറ്റ് ഫിഗർ എ വിൽ ബി ഹാവിങ് ലെസ്സർ ആംഗുലാർ വെലോസിറ്റി. കാരണം മനസ്സിലായല്ലോ അല്ലേ, മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ is larger than figure B. ഓക്കെ, ഇവിടെ എന്താണ് ഫിഗർ ബിയേക്കാളും മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ കൂടുതലുള്ളത് ഫിഗർ എക്കാണ്. അപ്പോൾ ആൻസർ എങ്ങനെ എഴുതാം? ഫിഗർ എ ആണ് ഇതിൽ ആൻസർ. ഓക്കെ, ഓൾസോ ഇൻ ദിസ് പോസ് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഈസ് ലാർജർ ദാൻ ദ ഫിഗർ ബി. അപ്പോൾ ഇത്രയും എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് 2 മാർക്കാണ് കിട്ടുന്നത്. ഓക്കെ, വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ, ടേക്ക് കെയർ.